ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രൊഫസർ മോഹൻകുമാർ കൂടി ചേരുകയാണ്. ശ്രീ മോഹൻകുമാർ, ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത്, സാധാരണ നമ്മൾ ബജറ്റ് ചർച്ച ചെയ്യുമ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ ഉണ്ട്. BJP സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ എന്ന് വേണം മനസ്സിലാക്കാൻ. തെരഞ്ഞെടുപ്പാണ്, അവിടെ ആര് വിജയിക്കും പരാജയപ്പെടും എന്നൊന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടേതായ ചില അജണ്ട സെറ്റിങ്ങുകൾ ഉണ്ടാകും. ആ സെറ്റിംഗ് വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിരുന്നു അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അത് വിശ്വാസത്തിൻ്റെ വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP അവകാശപ്പെടുന്നത് ഇതൊരു ഇടക്കാല ബജറ്റല്ല, ഇതൊരു സമ്പൂർണ്ണ ബജറ്റ് തന്നെ ആണ് എന്നുള്ളത്. ടെക്നിക്കലി സമ്പൂർണ്ണ ബജറ്റ് എന്നത് നിലനിൽക്കുന്ന ഒന്നല്ല. പക്ഷേ ഞങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയത് 2019 ബജറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിനും മറ്റൊരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. താങ്കളുടെ നിഗമനത്തിൽ ഈ ബജറ്റ് അത് ഏത് നിലയിലുള്ള ഒരു ബജറ്റായിരിക്കും? വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നായിരിക്കുമോ, മറിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നത് ഇൻഡയറക്റ്റ് ആയെങ്കിലും സമ്മതിക്കേണ്ടി വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഒരു അച്ചടക്കമുള്ള ഒരു ബജറ്റ് എന്നതിനായിരിക്കുമോ നിർമ്മലാ സീതാരാമൻ മുൻതൂക്കം നൽകുക? ഇപ്പോഴത്തെ ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രസന്റ് ചെയ്യാൻ പോകുന്ന ബഡ്ജറ്റ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആകാനാണ് സാധ്യത. അതിനു മുന്നോടിയായി ചില ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരും ഫൈനാൻസ് മിനിസ്ട്രിയും ചെയ്തു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തത്, സാധാരണയായി ചെയ്യുന്നത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ആ പാർലമെന്റ് സെഷനിൽ ആണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാറുള്ളത്. അതെ. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇന്ത്യയുടെ ധനകാര്യ ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള ആനന്ദ് നാഗേശ്വരൻ 2 ദിവസത്തേക്ക് മുമ്പേ ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഒരു ബ്രീഫ് എക്കണോമിക് സർവേ റിവ്യൂ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇത് ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. അതെ. എന്തിനാണ് ഇത്തരത്തിൽ പ്രസന്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഈ എക്കണോമിക് സർവേയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന എക്കണോമിക് സർവേക്ക് മുമ്പായി ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ച വരാൻ വേണ്ടി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക രാജ്യമായി മാറിക്കഴിഞ്ഞുവെന്നും 2026-27 വർഷത്തിൽ $5 ട്രില്യൺ എക്കോണമിയായി ഇന്ത്യ മാറുമെന്നും ഒക്കെയുള്ള ഒരു പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രചരണത്തിന് മുന്നോടിയായിട്ടാണ് സാധാരണ സംഭവിക്കാറുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന ജനാധിപത്യ മൂല്യങ്ങളെ എതിരെയുള്ള ഒരു പ്രവർത്തനമായിട്ട് വേണം ഇത്തരത്തിൽ ഒരു സാമ്പത്തിക അവലോകന രേഖ പുറപ്പെടുവിച്ചു. ശ്രീ മോഹൻകുമാർ, ഞാൻ ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടുന്നത് താങ്കൾ ഈ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചത് കൊണ്ടാണ്. സ്വാഭാവികമായും നമ്മുടെ ലോകക്രമം എന്നത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സാമ്പത്തിക വളർച്ച എന്നത് ഇത്രമേലൊന്നും ഉയർത്തി കാണിക്കേണ്ടതില്ല എന്ന് ഒരു ഭാഗം രാഷ്ട്രീയ നിരീക്ഷകർക്കും സാമ്പത്തിക വിദഗ്ധർക്കും ഒക്കെ അഭിപ്രായമുണ്ട്. ഇപ്പോൾ തന്നെ ഈ സാമ്പത്തിക വളർച്ച പരിശോധിച്ചാൽ 2023 മുതൽ 24 വരെ പരിശോധിക്കുമ്പോൾ 301.75 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ചയാണല്ലോ നമ്മുടെ രാജ്യം പ്രതീക്ഷിച്ചത്. എന്നാൽ NSOയുടെ റിപ്പോർട്ട് പ്രകാരം ആ സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല. 301.75 ലക്ഷം കോടി ലക്ഷ്യം വയ്ക്കുമ്പോൾ 296.58 ലക്ഷം കോടിയിലേക്കാണ് നമ്മുടെ സമ്പദ്ഘടന എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചതിനേക്കാൾ ഇടിവല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? തീർച്ചയായും ശരിയായ ഒരു നിഗമനമാണത്. അതിന് കാരണം വേൾഡ് ബാങ്ക്, UNDP അതുപോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സംഘടനകളും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും വിലയിരുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 2023-2024 വർഷത്തിൽ
6%-നും 6.5%-നും പരമാവധി 6-നും 6.5%-നും ഇടയിൽ മാത്രമേ വളരാൻ സാധ്യതയുള്ളൂ എന്നാണ്. ഇത് കൂടുതലും ഒരു ലോവർ സൈഡിലേക്ക് 6.5-ൽ നിന്ന് താഴേക്ക് പോകാനാണ് സാധ്യത എന്നാണ്. എന്നാൽ 2 ദിവസത്തേക്ക് മുമ്പേ ആനന്ദ് നാഗേശ്വരൻ പുറത്തിറങ്ങിയ എക്കണോമിക് റിവ്യൂവിൽ സാമ്പത്തിക അവലോകനത്തിൽ പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.3% 7.3% കണ്ട് വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കണക്കിന്റെ ഒരു ഏതെങ്കിലും തരത്തിൽ കണക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ സെൻട്രൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ് റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ച ചില കണക്കുകൾ. 2023 റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ് സേവിംഗ്, ഇന്ത്യയിലെ കുടുംബങ്ങൾ സമ്പാദിക്കുന്ന തുകയിൽ അത് നമ്മുടെ GDP-യുടെ 11% 5.6% 2022-23 കാലഘട്ടത്തിൽ കുറഞ്ഞു എന്നാണ്. അതിന് കാരണമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയുടെ ഈ വേതന നിരക്ക് ഗണ്യമായി ഒരു ഭാഗത്ത് കൂടുന്നില്ല, അത് സ്റ്റാഗ്നന്റ് ആണ്. ജീവിത ചെലവ് വർദ്ധിക്കുന്നു. ജീവിത ചെലവിൽ പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലെ ജീവിത ചെലവ് ഇരട്ടിയായി വർദ്ധിച്ചു എന്ന്. ആരോഗ്യം മാത്രമാണോ, ഈ ഭക്ഷണ കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിന് മലയാളികളടക്കം ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലുമുള്ള ചെലവുകൾ വർദ്ധിക്കുകയും മറ്റൊന്ന് ആളുകളുടെ കയ്യിൽ സമ്പാദ്യമായി ശേഖരിക്കാൻ പറ്റുന്നത് ഗണ്യമായി കുറയുന്നു എന്നാണ് റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉയർന്ന സാമ്പത്തിക വളർച്ച ഏത് സോഴ്സിൽ നിന്നുണ്ടായി, അതിന്റെ സോഴ്സ് ഉണ്ടാവൂല. ആ സോഴ്സ് അവ്യക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ദിബിൻ ദാമോ